അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ കരുത്തനായ നേതാവ്, പാർട്ടി ജില്ലാ പ്രസിഡന്റ് ശ്രീ സജി അലക്സ്, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ, മറ്റ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗങ്ങൾ സ്വാഗതം പറയുമ്പോൾ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. പാർട്ടിയുടെ വിവിധ തലങ്ങളിലായി പ്രവർത്തിക്കുന്ന ബഹുമാനായ പാർട്ടിയുടെ നേതാക്കന്മാർ, വിവിധ ചുമതലകൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ എല്ലാവരുമായിരുന്ന മാണി സാറിന്റെ ഓർമ്മകൾ ഈ ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിനും സാമൂഹിക പ്രവർത്തനത്തിനും കൂടുതൽ പ്രചോദനം നൽകുന്നതാണ് മാണി സാറിന്റെ ഓർമ്മകൾ എന്നുള്ള കാര്യം സംശയം. 9-ാം തീയതി തിരുനക്കര മൈതാനിയിൽ 6ാം സ്മൃതി സംഗമത്തിന്റെ ഭാഗമായി നടത്തിയ പുഷ്പാർച്ചനയും പരിപാടിയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയ പരിപാടിയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും മാണി സാറിന് നല്ല ഓർമ്മകൾ മനസ്സോട് ചേർത്ത് വയ്ക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാണി സാറിനെ ഓർക്കുന്നത് കേവലം ഈ സംസ്ഥാനത്ത് ഭരണത്തിൽ നിന്ന് ഒരു മന്ത്രി എന്നുള്ളതിലോ MLA എന്നുള്ളതിലോ മാത്രമല്ല, ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ആളുകളുടെ, കർഷകരുടെയും അധ്വാന വർഗത്തിന്റെയും അധ്വാനിക്കുന്ന ആളുകളുടെയും തൊഴിലാളികളുടെയും നാനാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചേർന്നിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരമാണെന്നുള്ള സംശയം. ഞാൻ ദീർഘമായി സംസാരിച്ചു പോകുന്നു. ഈ രാജ്യത്ത്, ഈ ലോകത്താകമാനം പുതിയൊരു തത്വസംഹിത, അധ്വാന സിദ്ധാന്തം അത് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട നേതാവ് കാർൽ മാർക്സിനെ പോലെയോ ഏംഗൽസിനെ പോലെയോ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം ആവിഷ്കരിച്ചതുപോലെ അധ്വാനം എന്ന് പറയുന്ന ഒരു വിഭാഗം അവർക്ക് വേണ്ടി നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്ന നിലയിൽ ആ ചിന്താഗതിയെ മാറ്റിയെഴുതിയ പ്രിയപ്പെട്ട നേതാവ് KM മാണി സാർ, അദ്ദേഹത്തിന് നല്ല ഓർമ്മകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നമുക്ക് പ്രചോദനമാണ് എന്നുള്ള സംശയം. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ 51 വർഷമായി നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിരിക്കും. വീണ്ടും അടുത്ത നാളുകളിൽ ഈ പാർട്ടി കൂടുതൽ ശക്തമായി മുൻപോട്ട് പോകുന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പോൾ നമ്മൾ ചേർന്നിരിക്കുന്ന, ഉൾപ്പെട്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് കിട്ടുന്ന അംഗീകാരവും കിട്ടുന്ന പ്രവർത്തന സൗകര്യങ്ങളുമൊക്കെ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ വസ്തുതയാണ്. കൂടുതൽ ഊർജ്ജസ്വലയോടെ മുൻപോട്ട് പോകുവാൻ മാണി സാറിന്റെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ യോഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സജി അലക്സ് ആണ്. ചെറുപ്പകാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന് എങ്ങനെയൊരു സംഘടനയെ ചലിപ്പിച്ച് മുൻപോട്ട് പോകണമെന്ന് കൃത്യമായി അറിയാവുന്ന പ്രിയപ്പെട്ട സജി അലക്സ് ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ 12 ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. ഏറ്റവും ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി, പത്തനംതിട്ടയുടെ ആളാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കോന്നിക്കാരെ സംബന്ധിച്ച് കോന്നി നിയോജകമണ്ഡലത്തിലാണ്, വൈലപ്പുഴയിലാണെന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് ഏറെ സന്തോഷം പകരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നീണ്ട പ്രവർത്തനങ്ങളിലൂടെ, സുദീർഘമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി വീണ ജോർജ് മാണി സാറിന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് കേരള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ വസ്തുതയാണ്. ഏറ്റവും സന്തോഷത്തോടെ വിനീതമായി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. റാന്നിയുടെ നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ, അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലുകൾ എല്ലാ മേഖലകളിലും പാർട്ടിയെ സംബന്ധിച്ചും മറ്റു മേഖലകളിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ നേതൃത്വം നമ്മളെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ച് കരുത്തുറ്റതാണ്.
ഈ യോഗത്തിൽ കൃത്യമായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനെയും ഏറ്റവും ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗം ശ്രീ ചെറിയാൻ കുളച്ചിറക്കൽ, മുൻ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ തന്നെ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗം, നിരവധി മേഖലകളിൽ പാർട്ടിയെ വളരെ ചെറുപ്പകാലം മുതൽ പാർട്ടിയേക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ചെറിയാൻ കുളച്ചിറക്കൽ, അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉന്നതാധികാര സമിതി അംഗം ശ്രീ ജിയോ എബ്രഹാം തോട്ടത്തിൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. എപ്പോഴും ഏത് പരിപാടിയിലും കൃത്യതയോടെ സമയം പാലിച്ച് എത്തിച്ചേരുന്ന അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ഉപദേശവും നിർദ്ദേശവും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജിയോ എബ്രഹാം തോട്ടത്തിൽ അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി MLA, ex-MLA, ഒരുപക്ഷെ വനിതാ കമ്മീഷൻ അംഗം എന്നുള്ള നിലയിൽ പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവത ഉണ്ടാകുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. എന്നാൽ ഈ യോഗത്തിൽ എത്തിച്ചേർന്ന് നമുക്ക് ആവശ്യമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി ex-MLA ഏറ്റവും ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് മാത്യു യോഗത്തിൽ സംബന്ധിക്കുന്നു. ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ജോർജ് അബ്രഹാം, അദ്ദേഹം ഇന്ന് 24 മണിക്കൂറും അദ്ദേഹത്തിന്റെ പ്രവർത്തനം പാർട്ടിയുടെ പ്രവർത്തനമായിരുന്നാലും അല്ലെങ്കിൽ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളായിരുന്നാലും സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാർട്ടിക്ക് ജില്ലയിൽ പുതിയൊരു കരുത്തു കയറുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും സന്തോഷപൂർവ്വം ഞാൻ ശ്രീ ജോർജ് അബ്രഹാമിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ, ആറന്മുള നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട കുര്യൻ മടക്കൽ, തിരുവല്ല നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ സ്ഥാൻകുള പള്ളി, ഗോതി നിയോജകമണ്ഡലം പ്രസിഡന്റ് ക്യാപ്റ്റൻ സി വർഗീസ് എന്നിവർ യോഗത്തിൽ സംബന്ധിക്കുന്നു. ഏറ്റവും സന്തോഷപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് ഇവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, ഒട്ടുമിക്ക ജില്ലാ ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റുമാർ ശ്രീ ശോഭൻ താമരശാലൻ, ശ്രീ PK ജേക്കബ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യട്ടെ. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ജേക്കബ് മാവൻ വട്ടശ്ശേരി, ജേക്കബ് ഇരട്ടപ്പുഴയ്ക്കൽ, ഷെറി തോമസ്, മാത്യു വരോട്ടിമുണ്ടൽ, ജെറി അലക്സ്, സാം ജോയിക്കുട്ടി, ശ്രീ റഷീദ് മുളന്ത അടക്കമുള്ളവർ ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം ഏറ്റവും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ജില്ലാ ട്രഷറർ പ്രിയപ്പെട്ട രാജീവ് വച്ചിപ്പാൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു. കോർഷൻ സെക്രട്ടറിയുടെ പ്രസിഡന്റുമാർ ശ്രീ ജോൺ വി തോമസ്, അഡ്വക്കേറ്റ് ഗോപിക അഗ്രാപ്പള്ളി, ദളിത് ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജൻ KP, അതുപോലെ വനിതാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അന്ന മാമൻ അടക്കമുള്ളവർ യോഗത്തിൽ സംബന്ധിക്കുന്നു. KSUയുടെ നേതാവ് പ്രിയപ്പെട്ട റിൻഡോ തൊപ്പിൽ അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളാണ് ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ വിവിധ തലങ്ങളിലായി മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും വളരെ ബഹുമാനത്തോട് വളരെ സ്നേഹത്തോട് ഏറ്റവും തലമുതിർന്ന പ്രിയപ്പെട്ട യോഗത്തിൽ സംബന്ധിക്കുന്നു. വളരെ ബഹുമാനപൂർവ്വം മാനസാന്തരമുള്ള സ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും ഫലമായിട്ടാണ് ആദ്യകാല കേരള കോൺഗ്രസിന്റെ നേതാവ് പ്രിയപ്പെട്ട യോഗത്തിൽ സംബന്ധിക്കുന്നത്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം. കേരളത്തിന്റെ അഭിമാനമായ പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും പ്രിയങ്കരയായ ശ്രീമതി വീണ ജോർജ്, കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി. കേരളം ആരോഗ്യരംഗത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾ മന്ത്രി വീണ ജോർജിലൂടെ ആണ് എന്നുള്ളത് പത്തനംതിട്ട ജില്ലയിൽ വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായ കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് ഏറെ അഭിമാനം നൽകുന്നു. ഇന്നലെ ആയിരുന്നു നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം. പെട്ടെന്ന് മന്ത്രിക്ക് വടകരയിൽ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട്
ആ പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് സൂചിപ്പിക്കുകയും പരിപാടിയിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ LDF യോഗത്തിൽ പങ്കെടുത്തപ്പോഴാണ് ചോദിച്ചത്. എനിക്ക് വളരെ സന്തോഷം. രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം എനിക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരുടെയും മനോവികാരം അറിയുന്നതുകൊണ്ട് ഞാൻ ക്ഷമാപൂർവ്വം പറയട്ടെ, ഒരാലോചനയും ഇല്ലാതെ മാറ്റി വെക്കാം എന്നുള്ള വാക്ക് ഞാൻ നൽകുകയാണ്. കാരണം ഒരു ദിവസം മാറിയാലും തങ്ങളുടെ നേതാവിനെ അനുസ്മരിക്കുവാനുള്ള അവസരത്തിലേക്ക് കടന്നെത്തുന്ന പ്രവർത്തകരാണ് പത്തനംതിട്ടയിലെ കേരള കോൺഗ്രസ് എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഓഫീസർ ജനറൽ സെക്രട്ടറി ശ്രീ എബ്രഹാം വാഴയിലെ അറിയിക്കുകയും അപ്പോൾ നമുക്ക് അറിയിപ്പ് നൽകുകയും ചെയ്തു. അവരുടെ അറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന തലം മുതലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെട്ട നേതാക്കന്മാരെ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരും ഹൃദയമായി അഭിവാദ്യം ചെയ്യുക. ഇവിടെ യോഗ പ്രസിഡന്റായിരിക്കുന്ന പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗങ്ങൾ ശ്രീ ചെറിയാൻ കൊളത്തർക്കൽ, ശ്രീ P.O. എബ്രഹാം, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വനിതാ കമ്മീഷൻ അംഗം കൂടിയായ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി XMLA, ഏറ്റവും പ്രിയങ്കരനായ MLA നമ്മുടെ പ്രമോദ് നാരായൺ, അദ്ദേഹത്തെ കിട്ടുവാനല്ലല്ലോ. പിന്നെ എങ്കിലും എനിക്ക് ഈ ജില്ലയിൽ നമ്മുടെ പാർട്ടി പ്രവർത്തനത്തിന് താങ്കളും തണലും എല്ലാ കാര്യങ്ങളിലും വളരെ പിന്തുണയാണ്. പാർട്ടിയെ പത്തനംതിട്ട ജില്ലയിൽ വളർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ സേവനം ഏറെ എടുത്തു പറയുന്നു. ഏറ്റവും ആരാധ്യനും ഏറ്റവും പ്രിയങ്കരനും ഏറ്റവും സ്നേഹിക്കുന്ന നേതാവുമായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ MLA, അദ്ദേഹം പനിയായിട്ട് വിശ്രമിക്കുകയായിരുന്നു കത്ത് ദിവസങ്ങൾ. കോട്ടയത്ത് അനുസ്മരണ സമ്മേളനത്തിന് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ പത്തനംതിട്ടയിലെ അനുസ്മരണ സമ്മേളനത്തിന് പങ്കെടുത്തോടുകൂടി മനസ്സാർന്ന ഓർമ്മകളിൽ അദ്ദേഹവും പങ്കുചേരുന്നു എന്നുള്ളത് ഏറ്റവും സ്മരണീയമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട പത്തനംതിട്ടയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം, റാന്നിയുടെ ചുമതലയുള്ള നേതാവ്, അങ്ങനെ നിരവധിയായി മുഴുവൻ പ്രവർത്തനങ്ങളിലും സകല പിന്തുണയും നൽകുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ ജോർജ് എബ്രഹാം, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് മാത്യു, ബഹുമാന്യരായ നമ്മുടെ തേക്കുംതോട്ട് ഡേവിസൺ, കഴിഞ്ഞ ദിവസവും ഞാൻ ഭാരതത്തിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റലായിരുന്നു. എങ്കിലും മനസ്സാർന്നുള്ള സ്നേഹം വെച്ച് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹത്തിനെ പ്രത്യേകമായി നന്ദി അറിയിക്കുകയായി ഇല്ലാത്ത ദിവസത്തിൽ കടന്നു വന്നത്. പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാർ ശ്രീ P.K. ജേക്കബ്, ശ്രീ സോമൻ താമരച്ചാലി, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ ജേക്കബ് മാമൻ വട്ടശ്ശേരി, ശ്രീ സാം ജോയിക്കുട്ടി, ശ്രീ ഷെറി തോമസ്, പ്രഷാർ, പ്രിയപ്പെട്ട രാജീവ് വഞ്ചിപ്പാൽ, അതുപോലെ തന്നെ ഏറ്റവും ബഹുമാന്യരായ നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ ശ്രീ ക്യാപ്റ്റൻ വർഗീസ്, ശ്രീ സാം കുളപ്പള്ളി, പ്രിയങ്കരനായ കുര്യൻ മണക്കൽ, പ്രിയപ്പെട്ട സാജു മിഖായൽ, സന്നിധരായിട്ടുള്ള മറ്റ് നിരവധിയായ പോഷക സംഘടനാ പ്രസിഡന്റുമാർ ശ്രീ ബോബി കാപ്പിനാപ്പള്ളി, ശ്രീ ജോർണി തോമസ്, ശ്രീ ധന്യ അന്നാമാമൻ, ശ്രീ വിൻഡോ ഗോപി അടക്കം നിരവധിയായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട റഷീദ് മുളന്തറ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നിരവധിയായ പാർട്ടിയുടെ നേതാക്കന്മാരിവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും കൃത്യമായ ഭാഷയിൽ ഞാൻ ഈ അനുസ്മരണ പങ്കെടുത്ത് എല്ലാവരും അഭിവാദ്യം ചെയ്യും. ഞാൻ അധ്യക്ഷ പ്രസംഗം വളരെ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മന്ത്രി തിരക്കട്ട പരിപാടികളിലാണ്. നമുക്ക് പെട്ടെന്ന് ഈ മീറ്റിങ്ങിൻ്റെ മന്ത്രിയുടെ ഭാഷവും പ്രിയപ്പെട്ട MLA-യുടെ അനുസ്മരണ സന്ദേശമൊക്കെ നമുക്ക് കേൾക്കണം. ഒരു കാര്യം പറയാൻ മാത്രമേ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് വേണ്ടി തനിക്ക് ലഭിച്ച പദവികളൊക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു, ത്യാഗപൂർണമായ ജീവിതമായിരുന്നു അന്തരിച്ച മനസ്സാക്കുന്നത്. ഈ 6 വർഷം കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഓർമ്മകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് കാരണം? സാധാരണക്കാരുടെ ഇടയിൽ പോലും മനസ്സാകുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായി നിരവധിയായ സാധാരണക്കാരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുകയാണ്. കാരണം തനിക്ക് ലഭിച്ച പദവികളൊക്കെ ഭരണം കിട്ടിയപ്പോഴും അല്ലാത്തപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ കരുതലാണ്, മനസ്സാണ് നമുക്ക് അദ്ദേഹത്തിന് ഈ തരത്തിൽ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായി. ഞാൻ പറഞ്ഞല്ലോ,
മാൻസാറിന്റെ പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ ഒരു ദിവസം ഒന്നും ആലോചിക്കാൻ നീക്കിവെക്കുവാൻ എനിക്ക് ശക്തി നൽകിയത്. കാരണം തങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മറന്നുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണാഞ്ജലി അർപ്പിക്കുവാൻ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ പ്രവർത്തകർക്ക് എത്തിച്ചേരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. 9-ാം തീയതി കോട്ടയത്ത് നടന്ന പരിപാടിയിലും ജില്ലയിൽ നിന്ന് മികച്ച സംഘം നമ്മളെല്ലാവരും പങ്കെടുത്തു. അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹം തന്റെ ലഭിച്ച പദവികളൊക്കെ അത് പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ്, ലീഡർ എന്നുള്ള നിലയിലാണ്, മന്ത്രി എന്നുള്ള നിലയിലാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ ജനങ്ങളുള്ള സ്നേഹം, പാർട്ടിക്കാരുടെ കരുതൽ നമുക്ക് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തെ പറ്റി ഒന്നും ദീർഘമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രമോദ് നാരായണൻ ഉൾപ്പെടെ അനുസ്മരണത്തിൽ അദ്ദേഹം സൂചിപ്പിക്കും, മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിക്കും. ഒരു കാര്യം വ്യക്തമാണ്, കേരളം കണ്ട ജനസ്നേഹിയായ ഒരു നേതാവായിരുന്നു കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായി, മന്ത്രിയായി മന്ത്രിയെ പ്രിയപ്പെട്ട മാൻസാർ. അദ്ദേഹത്തിന്റെ ചിന്തയിൽ മനുഷ്യനെ എങ്ങനെ താൻ പ്രദാനം ചെയ്യുന്ന സകല വിഭാഗങ്ങളെയും എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ്. ഉദ്യോഗസ്ഥരോട് ഞാൻ വിദ്യാർത്ഥി കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്ന കാലം മുതൽ മാൻസാറുമായി ഏതാണ്ട് 40 വർഷത്തെ ഒരു അടുത്ത പരിചയം സേവനത്തെ ഞാൻ സൂക്ഷിച്ചിരുന്നു. വളരെ ആരാധനയോടുകൂടിയാണ് കണ്ടിരുന്നത്. എന്താണ് പ്രശ്നം എങ്കിലും അത് പരിഹരിക്കുവാനുള്ള മാർഗങ്ങളെ പറ്റിയായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥരോടും തന്നെ പാർട്ടിക്കാരോടും പ്രവർത്തകരോടും ഒക്കെ ചിന്തിച്ചത്. അല്ലാതെ നോ എന്നൊരു വാക്ക് ഏറ്റവും കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള നേതാവാണ് മാൻസാർ എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ഒരു നേതാവിന്റെ പാർട്ടി പ്രവർത്തിക്കുവാനും അതിന്റെ സ്ഥാനത്തേക്ക് വരുവാനും കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് എന്ന് മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മരണകൾക്കുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുക. സ്വർഗത്തിൽ ഇരുന്ന നമ്മുടെയൊക്കെ ക്ഷേമവും നമ്മുടെയൊക്കെ താല്പര്യവും അദ്ദേഹം അന്വേഷിക്കുക. അത് കേരള കോൺഗ്രസ് പാർട്ടിക്കാരോട് ഒരു വാക്കുകൂടി പറയട്ടെ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ നമുക്ക് മറക്കുവാൻ കഴിയില്ല. ഷർട്ടിലെ ഒരു ബട്ടൺസ് പൊട്ടിയെങ്കിൽ ചോദിക്കും, നീ എന്താണ് അന്ന് രാവിലെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നായിരുന്നോ വെച്ചിട്ടുണ്ടോ? ഷർട്ടിൽ ഒരു കറവറിട്ടുണ്ടെങ്കിൽ ഇത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ വ്യക്തിപരമായി വീട്ടിലെ കാര്യങ്ങൾ, അന്വേഷണങ്ങൾ, നമ്മുടെ വീട്ടിലെ മരണങ്ങൾ, കല്യാണങ്ങൾ, എത്ര പ്രയാസമുണ്ടെങ്കിൽ ഓടിയിരുന്ന ഇതുപോലെ സ്നേഹം തന്ന നേതാവ്, ഇതുപോലെ കരുതൽ തന്ന നേതാവ് നമുക്ക് മറക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ എറണാകുളത്ത് നിന്ന് മരിച്ച രഥയാത്രയായി വരുമ്പോൾ പാലാവരെ എടുക്കാനെടുത്ത മണിക്കൂറുകളെ പറ്റി ഞാൻ വിശദീകരിക്കുന്നത്. സകല മനുഷ്യരുടെയും ക്ഷേമം, പാർട്ടിക്കാരുടെ മാത്രമല്ല, താൻ ഭരിച്ചവരൊക്കെ മാന്ത്രിക സ്പർശം കൊണ്ട് വൻമുന്നത ഒരു ജനസേവന പ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മാൻസാറിനെ, ഏറ്റവും സ്നേഹം പറഞ്ഞ മാൻസാറിനെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രിയങ്കരിയായ ശ്രീമതി വീണ ജോർജ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായിട്ടുള്ള യോഗാധ്യക്ഷൻ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ പ്രസിഡന്റ്, പാർട്ടിക്ക് സുശക്തമായിട്ടുള്ള നേതൃത്വം ജില്ലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ സജി അലക്സ്, ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള റാമി എം.എൽ.എ, ഞങ്ങളുടെയൊക്കെ എൻ്റെ സഹോദരനും സഹപ്രവർത്തകനും ആയ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, അതുപോലെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് തോമസ്, ജോർജ് എബ്രഹാം, പാർട്ടിയുടെ വിവിധ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന സമാദരണീയർ, ഉന്നതാധികാര സമിതി അംഗങ്ങളായിട്ടുള്ള ആദരണീയരായിട്ടുള്ള ശ്രീ ചെറിയാൻ പോളിച്ചറിക്കൽ, ശ്രീ ടി.ഒ. എബ്രഹാം, നമ്മുടെ ആദരണീയായ മുൻ എം.എൽ.എ ശ്രീമതി എലിസബത്ത് മാമൻ മത്തായി, അതുപോലെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സമാദരണീയരെ, പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ,
കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രതന്ത്രജ്ഞൻ, ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ള നേതാക്കളിൽ ഒരാളും ഏറ്റവും മികച്ച ധനകാര്യമന്ത്രിമാരിൽ ഒരാളുമായിരുന്ന കെ മാണി സാറിന്റെ 6ാമത് അനുസ്മരണ സമ്മേളന വേളയിൽ മാണി സാറിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുകയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും പ്രിയപ്പെട്ടവർ പങ്കെടുക്കുന്നത് വാസ്തവത്തിൽ വളരെ സവിശേഷമായിട്ടുള്ള ഒരു അനുഭവം. പാർട്ടി ജില്ലയിൽ എത്രമാത്രം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായി പാർട്ടി പ്രവർത്തകർ എത്രത്തോളം ഈ പ്രസ്ഥാനത്തോട്, മാണി സാറിന്റെ ഓർമ്മകളോട്, ഈ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളർച്ചയിലൊക്കെ എത്രമാത്രം വലിയ ആത്മാർത്ഥതയോടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ ഏവരുടെയും ഇവിടുത്തെ സാന്നിധ്യം എന്നുള്ളത്. വളരെ സന്തോഷത്തോടെ പറയട്ടെ. അങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരുവാണ് കഴിഞ്ഞതിൽ ജില്ലാ നേതൃത്വത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു ക്ഷമാപണത്തോടെയും നന്ദിയോടെയുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ക്ഷമാപണം ആദരണീയനായിട്ടുള്ള യോഗാധ്യക്ഷൻ സജ്ജാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെയാണ് ഈ YMCA ഹാളിൽ നമ്മൾ ഈ യോഗം ചേരണമെന്നുള്ളത് ആലോചിച്ചിരുന്നു. പക്ഷെ വളരെ അവിചാരിതമായി വടകര ആശുപത്രിയാണെങ്കിലും അതിൻ്റെ പ്രോഗ്രാം മൈനോറിറ്റി വിഭാഗത്തിൻ്റെതായി. അപ്പോൾ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററുടെ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയായതുകൊണ്ട് ഞങ്ങൾക്ക് 2-3 ദിവസം മുൻപ് മാത്രമാണ് അതിൻ്റെ ആരോഗ്യ വകുപ്പിലേക്ക് അറിയിപ്പ് ലഭിച്ചത്. അപ്പോഴാണ് ഞാൻ ബഹുമാനപ്പെട്ട സജ്ജാനോട് ഈ ഒരു വിഷയം പറയുകയും പെട്ടെന്ന് തന്നെ അത് മാറ്റുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ ചോദിച്ചു മറ്റു റോഷ്യ സെമിസ്റ്റർ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ മറ്റ് റോഷ്യ സെമിസ്റ്റർ ഇല്ല, മറ്റൊരു പരിപാടിയിലാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വലിയൊരു ആശ്വാസവും അതിൻ്റെ ഞാൻ ക്ഷമ ചോദിക്കുന്നതിനൊപ്പം തന്നെ പ്രത്യേകമായിട്ട് നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. മാണി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ടും അതല്ലാതെയും ഒരുപാട് ഓർമ്മകൾ മാണി സാറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഞാൻ അദ്ദേഹം MLA ആയിരിക്കുന്ന, അദ്ദേഹം നിയമസഭാംഗമായിരിക്കുന്ന നിയമസഭയിൽ ഉണ്ടാകുന്നത് 2014 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്ന് 2019 അദ്ദേഹം നമ്മെ വേർപിരിയുന്ന ഘട്ടം വരെ ഒരു 3 വർഷ കാലയളവ്, ഏകദേശം 3 വർഷ കാലയളവിൽ ആ നിയമസഭയിൽ ഉണ്ടാകുന്നതിന് എനിക്ക് കഴിഞ്ഞു എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഞാൻ ആദ്യമായിട്ട് നിയമസഭയിൽ ചെല്ലുമ്പോൾ ഒരു സീനിയേഴ്സിനെ നോക്കിയാണല്ലോ അവരുടെ എങ്ങനെയാണ് ഇടപെടുന്നത്. അപ്പം അന്ന് സ്പീക്കർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, അന്ന് ശ്രീ പി ശ്രീരാമകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, മാണി സാറിനെ കണ്ട് എല്ലാവരും പഠിക്കണം. കാരണം കൃത്യമായ വാക്കുകൾ, ഒരു കാര്യം അധികം പറയത്തില്ല, ഒരു കാര്യം കുറച്ച് പറയും. സമയം ഇതുപോലെ സമയകൃത്യത പാലിക്കുന്ന ഒരു നേതാവ്, അത് സീനിയർ നേതാവാണ്, ഒരാളും ചോദിക്കില്ല. ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഒക്കെ സംസാരിക്കുമ്പോൾ സാധാരണ സ്പീക്കർമാർ സമയം ക്ലോക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമെങ്കിലും അങ്ങനെ സമയമായി എന്നുള്ളത് പറയും. പക്ഷെ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംസാരിച്ചാൽ ആരും സമയമായി സമയം അതിക്രമിച്ചെന്ന് ഒരു സ്പീക്കറും പറയില്ല. കാരണം അത്ര അദ്ദേഹം നമ്മൾ ഇന്ന് വേർപിരിയുമ്പോൾ ലോങ്സ്റ്റ് സെർവിങ് MLA ആയിരുന്നു കേരള നിയമസഭയുടെ. ആ ഒരു റെക്കോർഡ് ഉമ്മൻചാണ്ടി സാർ തിരുത്തുകയുണ്ടായി 2022. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭ അംഗമായിരുന്ന റെക്കോർഡുള്ള മാണി സാറിന് കൂടുതൽ സമയം സംസാരിക്കാമായിരുന്നു. പക്ഷെ നിയമസഭയോടും നിയമസഭയുടെ ചട്ടങ്ങളോടും മറ്റ് നിയമസഭാ അംഗങ്ങളോടും നമ്മളെ സംസാരിക്കാൻ മറ്റൊരു അംഗത്തിന്റെ അവസരം കൂടി ഒരു പക്ഷേ കുറയും. അപ്പൊ മറ്റ് നിയമസഭാ അംഗങ്ങളോടുമുള്ള ആദരവ് പുലർത്തിക്കൊണ്ട് വളരെ മാതൃകാപരമായി, വളരെ കൃത്യമായി നമുക്ക് ഈ പ്രസംഗം
പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ പ്രസംഗിക്കുന്നത് വളരെ എന്താ പറയുക, ഈ കാച്ചി കുറുക്കിയ വാക്കുകൾ എന്ന് പറയുന്നത് പോലെ കൃത്യമായ വാക്കുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രസംഗിക്കാന്ന് വെച്ചാൽ ഒരു കഴിവാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ നിയമസഭയിൽ നേരിട്ട് കാണാൻ സാധിച്ചെന്ന് ഞാൻ ഇവിടെ നോക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പിന്നീട് അവസാന ഒരു കാലഘട്ടം വരുമ്പോഴേക്കും അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിയമസഭയിൽ സംസാരിക്കുന്നതിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനു മുൻപും വ്യക്തിപരമായി മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒട്ടേറെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അതല്ല പ്രതിപക്ഷത്തെ MLA ആയിരിക്കുമ്പോഴൊക്കെ തന്നെ ഒട്ടേറെ ഓർമ്മകൾ അദ്ദേഹത്തിന് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലാണ് അദ്ദേഹം അവസാന മന്ത്രിയായിരിക്കുമ്പോൾ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിമന്ദിരവും അവിടെയായിരുന്നു. ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുഖാമുഖം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇന്റർവ്യൂ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അഭിമുഖം ഞാൻ മാണിസാറിന് അദ്ദേഹം താമസിക്കുന്ന വസതിയിൽ വെച്ച് എടുത്തത് ഞാൻ ഓർമ്മിക്കും. ഒട്ടേറെ സവിശേഷമായിട്ടുള്ള ഗുണങ്ങൾ ഒരു നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇവിടെ സഹിച്ചാൻ പറഞ്ഞു ഷർട്ടിന്റെ ബട്ടൺസ് ഒന്ന് ഇളകിയിരിക്കുവാണെങ്കിൽ എന്തായാലും നോക്കിയില്ലേ എന്ന് ചോദിക്കുന്നു. മാണിസാറിനെ നമ്മൾ കാണേണ്ടത് എപ്പോഴും ഏത് സമയം ഒരു ദിവസത്തിന്റെ മുഴുവൻ ജോലിയും കഴിഞ്ഞ് രാത്രി 9 മണിക്കോ 8 മണിക്കോ കണ്ടാലോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ അദ്ദേഹം എനർജറ്റിക്കാണ്, ഫ്രഷായിരുന്നു. ചിലപ്പോൾ വളരെ സംഘർഷമുള്ള ഒരുപാട് ജോലികളിലൂടെ ഉത്തരവാദിത്തങ്ങളിലൂടെ മാനസിക വ്യാപാരങ്ങളിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ ഒന്നും അദ്ദേഹം ഒരിക്കലും പുറത്ത് കാണിച്ചിട്ടില്ല. വളരെ ഫ്രഷായിരുന്നു. എപ്പോഴും ഫ്രഷ് എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക്കായിരുന്നു. ആ എനർജറ്റിക് ആയിരിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ഒപ്പമുള്ളവരിലേക്കും ആ എനർജി പോസിറ്റിവിറ്റി പകരുകയാണ് എന്നുള്ളത് കൂടി നാം ആലോചിക്കേണ്ടത്. ഒട്ടേറെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഞാൻ ഈ തൊട്ട് മുൻപ് നമ്മുടെ മാണിസാറിന്റെ ബഹുമാനായിട്ടുള്ള ശ്രീ ജോസ് കെ മാണി ഇവിടെ സഹധർമ്മി ശ്രീമതി ദിഷ ജോസ് കെ മാണി ഒരു കാരുണ്യയാത്ര ആരംഭിച്ചത് ബ്രസ്റ്റ് ക്യാൻസറിനെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിനാണ്. അപ്പം എന്നോട് പറഞ്ഞത് അതൊന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യണം. ഞാൻ പഠിച്ച കോളേജിൽ കൂടിയാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മനസ്സിലാവും. ഞാൻ പോകാനുള്ള ഒരു കാരണം കാരുണ്യയാത്രയായിരുന്നു. കാരണം നമ്മൾ 2020 സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നു. ആ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നപ്പോൾ പലതരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ഒന്നിച്ച് കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയിട്ട് നിലവിൽ വന്നു. 5 ലക്ഷം രൂപ ഇപ്പോൾ ഒരു കുടുംബങ്ങൾക്ക് കൊടുക്കുന്നു. പക്ഷെ ആ പദ്ധതി തുടങ്ങിയപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. അതായത് ആളുകൾക്ക്, നിർധനരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സഹായമായ ക്യാൻസർ രോഗികൾക്കാണ് സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത വരുമാനമുള്ള കുടുംബങ്ങൾക്ക് 3 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള കാരുണ്യ പദ്ധതി കേരളത്തിന്റെ ഒരു ചികിത്സാ മേഖലയിൽ, ആരോഗ്യ പരിരക്ഷാ മേഖലയിൽ, ചികിത്സാ സഹായ മേഖലയിൽ തുടങ്ങിയ മാണിസാറിന്റെ അത് നമുക്ക് പിന്നെ നിർത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നിർത്താൻ കഴിയില്ല. കാരണം ജനങ്ങൾക്ക് അത് ആവശ്യമായിട്ടുണ്ട്, ജനങ്ങളെ ചോർത്ത് പിടിക്കുന്നതിന് അത് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ കാരുണ്യം ഇപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. മറ്റെല്ലാ പദ്ധതികളും നമ്മൾ ഒന്നിച്ചാക്കിക്കൊണ്ട് ക്യാസ്പാക്കിയെങ്കിലും കാരുണ്യ പദ്ധതി അതേ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു. എല്ലാ അദ്ദേഹത്തിന്റെ ഒരു ഭരണ വൈഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ബജറ്റ് സാമ്പത്തിക വിദ്യാർത്ഥികൾക്കും മാത്രമല്ല രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും എപ്പോഴും ഒരു പഠനത്തിനുള്ള ഡോക്യുമെന്റാണ്. ഞാൻ നിയമസഭയിൽ പോകുമ്പോൾ ഞങ്ങൾ ലൈബ്രറിയിൽ പോയിട്ട് വായിക്കുമായിരുന്നു. ഒരു ബജറ്റ് പ്രസംഗം ഒക്കെ അവതരിപ്പിക്കുമ്പോൾ, അതായത് ബജറ്റിന്റെ ചർച്ചാവേളയിൽ പങ്കെടുക്കുമ്പോൾ പ്രീവിയസ് ബജറ്റുകൾ നോക്കുക. പ്രീവിയസ് ബജറ്റ് നോക്കിയിട്ട് നിയമസഭയിൽ നടന്ന ചർച്ചകൾ എന്തൊക്കെയാണ്. ആ രീതിയിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ സാമ്പത്തിക തത്വശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും എപ്പോഴും പഠനത്തിനുള്ള ഒരു വലിയ ഡോക്യുമെന്റ് ആണ് മാണിസാറിന്റെ വാക്കുകളും പ്രഭാഷണങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റുകളും എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഭരണപരമായിട്ടുള്ള എല്ലാ മേഖലകളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളൊക്കെ ഒരു കാലത്ത് പാലായിക്കൂടെ പോകുമ്പോഴാണ് നിയമനുസരിച്ച് ചെയ്ത റോഡുകളുണ്ട്. ഇന്ന് അത് കിഫ്ബിയില്ല. അപ്പൊ ഇന്നത് നമുക്ക് കേരളത്തിൽ അങ്ങോളം അത് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ രാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ നാം കാണേണ്ടതായിട്ടുണ്ട്. കേരള കോൺഗ്രസ് എന്ന ഞാൻ കാണുന്നത്, കേരള കോൺഗ്രസ് എന്ന
പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ ഉണ്ടായപ്പോഴും ഒരു വലിയ മഹാവെല്ലുവിളിയെ പോലെ നിന്നുകൊണ്ട് ആ വെല്ലുവിളികളെ ആ കാറ്റിലും കോളിലും ഒന്നും ഉലഞ്ഞു പോകാതെ പ്രസ്ഥാനത്തെ ഏറ്റവും സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ദീർഘവീക്ഷണവും കർമ്മകുശലതയും എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രാഷ്ട്രതന്ത്രജ്ഞതയും ബഹുമാന്യനായിട്ടുള്ള മാണിസാറിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. മാണിസാറിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മഹത്തായ സംഭാവനകൾ നൽകിയ ഒരു കാലത്തും വിസ്മരിക്കപ്പെടില്ലാത്ത എല്ലാ തലമുറകളും ഓർത്തുവെക്കുന്ന ഒരു നേതാവ് കൂടിയാണ് മാണിസാർ എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിന്റെ ഭാഗമായി സാറിന്റെ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് കാരണം എനിക്ക് വ്യക്തിപരമായി എന്നെ ഇവിടെ വെച്ച് കണ്ടാലും മാണിസാർ ആ ഒരു വാത്സല്യം എപ്പോഴും കാണിക്കുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായി ബഹുമാന്യനായിട്ടുള്ള ശ്രീ സജീവൻ അതുപോലെ ശ്രീ ജനറൽ സെക്രട്ടറി ശ്രീ മഹാകേന്ദ്രമായി അടക്കം എല്ലാവരോടും അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനകളായിട്ടുണ്ട്. അപ്പോൾ ജില്ലയുടെ പ്രത്യേക നന്ദിപൂർവ്വം അദ്ദേഹത്തിന്റെ 6ാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞങ്ങളുടെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ച് നമുക്ക് ഇവിടെ എത്തിയ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനോട് പ്രത്യേകമായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാവരും കൃത്യമായ ഒരു വേദി നൽകണമെന്ന് പ്രഭാഷണം നടത്തുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ പ്രമോദ് നാരായണൻ അല്ലെ പ്രിയങ്കരനായ നേതാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ ആദരണീയനായ അധ്യക്ഷൻ, കേരള കോൺഗ്രസിന്റെ മഹാപാരമ്പര്യമുള്ള പത്തനംതിട്ട ജില്ലയിൽ ആ പ്രസ്ഥാനത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഠിനമായി പ്രയത്നിക്കുന്ന ഏറ്റവും ഒടുവിൽ മണ്ഡലങ്ങളിലൂടെ എന്ന കേരളത്തിൽ ആദ്യമായി പാർട്ടി മണ്ഡല പ്രസിഡന്റുമാരെ നേരിട്ട് കണ്ട് അവരുമായി ആ നിലയിൽ വ്യക്തിബന്ധം സ്ഥാപിച്ചുകൊണ്ട് മാണിസാറിന്റെ അതേ ശൈലിയിൽ പ്രവർത്തിക്കാൻ മുന്നേ നിൽക്കുന്ന MLA നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന പ്രിയ സഹോദരൻ സജീവ് ലാസ്, കേരള കോൺഗ്രസിന്റെ ഒരു വേദിയിൽ ഞങ്ങളുടെ പ്രിയ സഹോദരി വീണ ജോർജ് ആദ്യമായിട്ടാണ് ജില്ലയിൽ ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. മാണിസാറിന്റെ നിയമസഭയിലെ സാന്നിധ്യം ഓർത്തെടുക്കുമ്പോൾ മാണിസാറിനെ പോലെ തന്നെ ജനകീയമായ ഒരു ജനപക്ഷ രാഷ്ട്രീയം, നമുക്കറിയാം വീണ ജോർജ് എന്ന മന്ത്രി ഒരു ചടങ്ങിൽ വന്നു പോയാൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു ചിരിയുണ്ട്, ഒരു വാക്കുകൊണ്ട് സ്പർശിക്കും, ഹൃദയങ്ങളെ സ്പർശിക്കുന്ന നേതാവാണ് പ്രിയപ്പെട്ട ശ്രീമതി വീണ. ഞങ്ങൾ എല്ലാ സ്നേഹത്തോടു കൂടി ആ നൈർമല്യമുള്ള രാഷ്ട്രീയത്തിനെ അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ആ ഇടപെടലിന്റെ സൗന്ദര്യം എന്നതിനും ഒപ്പം കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് പക്ഷെ വേണ്ട ഗൗരവത്തിൽ നമ്മുടെ മുന്നണിയും നമ്മളും തന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. പോസ്റ്റ് കോവിഡിന് ശേഷം ലോകത്താകെ ആരോഗ്യ രംഗത്തുണ്ടാക്കുന്ന വലിയൊരു വെല്ലുവിളി, ആ വെല്ലുവിളികളെ കോവിഡിന്റെ കാലത്ത് എങ്ങനെയാണോ ആരോഗ്യ മേഖല നേരിട്ടത് അതിനേക്കാൾ വലിയ വെല്ലുവിളികളാണ്, സങ്കീർണമായ സമസ്യകളാണ് ലോകത്തെവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കേരളത്തിൽ ഉണ്ടായി. പക്ഷെ അതിനെ ധൈര്യത്തോടെ നേരിടുകയും ഇന്ന് ഇന്ത്യയിൽ ആരോഗ്യ രംഗത്ത് 1ാം സ്ഥാനം ഒരുപാട് രംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞ അന്താരാഷ്ട്ര നിലവാരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മാറ്റിയ ഏറ്റവും കൂടുതൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെയും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ നടന്നിരുന്ന എത്രയോ കാര്യങ്ങൾ
ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ഇത്തവണത്തെ ബജറ്റിൽ മുഴുവൻ പ്രാധാന്യവും നൽകിയിരിക്കുന്ന ആരോഗ്യ മേഖല നമ്മുടെ ജില്ലയിൽ തന്നെ കോന്നി മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, അടൂർ ആശുപത്രി, റാന്നിയിലെ കാര്യം ഞാൻ പറയുമ്പോൾ MLA തികഞ്ഞ അഭിമാനത്തിലേക്കുണ്ട്. ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയ MLA റാന്നി MLA ആണ്. അത് ചിറ്റേസാല ദിവസം പറഞ്ഞു ഇതെല്ലാം വളരെ കാശ് കിട്ടുന്ന റാന്നിക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ റാന്നിക്കാരെ സംബന്ധിച്ച് റാന്നി ആശുപത്രി എത്ര കാലമായി കാത്തിരുന്നതാണ്. 17 കോടി രൂപയ്ക്ക് റാന്നിക്ക് പുതിയ ആശുപത്രി കഴിഞ്ഞ ദിവസം നൽകി. 45 വർഷമായി പെരുന്നാട്ടിൽ ആളുകൾ കാത്തിരുന്നതാണ് കിടത്തി ചികിത്സ. പെരുന്നാട്ടിൽ കിടത്തി ചികിത്സ ആരംഭിച്ചു. പെരുന്നാട്ടിൽ 2.5 കോടി രൂപയ്ക്ക് പുതിയ കെട്ടിടം പണിയാണ്. രാമചന്ദ്രൻ കൊണ്ടുവരുന്നല്ലോ പെരുന്നാട്ടിൽ നമ്മൾ പുതിയ കെട്ടിടം പണിയാണ്. എഴുമറ്റൂർ ആശുപത്രി, എഴുമറ്റൂരിൽ വിജയം ഞാൻ കണ്ടില്ല. എഴുമറ്റൂരിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായി നിന്നുപോയ ആശുപത്രിക്ക് MLA ആവശ്യപ്പെട്ടു 13 കോടി രൂപയ്ക്ക് ആധുനിക നിലവാരമുള്ള ആശുപത്രി നിർമ്മിക്കുകയാണ്. വെച്ചൂച്ചിറയിൽ പുതിയ ആശുപത്രി 5.5 കോടി, ഡൽഹിയിൽ 1.4 കോടി, റാന്നിയിൽ തന്നെ പരമങ്ങാടി 1.80 കോടി. പറയാൻ തുടങ്ങിയാൽ ഇവിടെയുള്ള വാക്കുകളായിരിക്കും ഇല്ലാത്തയായിരിക്കും. അതുകൊണ്ട് അത്രയും കാലം നിർത്തുകയാണ്. റാന്നിയിൽ ആരോഗ്യ രംഗത്ത് എല്ലാ സംസ്ഥാനങ്ങളും ഇനി റാന്നിയിൽ പുതിയ കെട്ടിടമില്ലാത്ത ഒന്നുപോലുമില്ല. ആ നിലയിൽ റാന്നിയുടെ ആരോഗ്യ രംഗത്തുണ്ടായ നേട്ടങ്ങൾക്ക് MLA എല്ലാ കടപ്പാടും അറിയിക്കുന്നു. വേദിയിൽ ആദ്യമായി ശ്രീ ചെറിയാൻ കോളേജിലേക്ക് പിതൃതുല്യം നമ്മൾ ആദരിക്കുന്നതാണ്. ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. ഉന്നതാധികാര സംഘവും സമിതിയും ജ്ഞാനായ സമുദായത്തിലെ സെക്രട്ടറിയുമായിട്ടുള്ള ഞാൻ അധികായം എന്നൊക്കെ പറയുന്നത് കാരണം ഞാൻ എടുത്തിരുന്ന വലിയ ബുദ്ധിമുട്ടിയാണ്. കായവും അതിയാണ്, പ്രവർത്തനവും അതിയാണ്. പ്രിയപ്പെട്ട ശ്രീ ജിയോ എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ എല്ലാം അഭിമാനമാണ്. കേരളത്തിൽ നിന്ന് 2 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇടുക്കിയും പത്തനംതിട്ടയും. റാന്നിയിലുള്ള ആളുകളിൽ എനിക്ക് കൂടുതൽ അഭിമാനകരമാണ് ലിംഗനായ ശ്രീ ജോർജ് എബ്രഹാം. പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായി അന്തരീക്ഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി മനോജ് മാത്യു, അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായി എത്രയോ കാലമായി പൊതുരംഗത്തും യൂത്ത് ഫ്രണ്ടിലുമെല്ലാം പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ നിലയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്നു. നമ്മുടെ ആദരവായിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് പ്രിയപ്പെട്ട സോമൻ ശ്രീ DK ജേക്കബ്. അദ്ദേഹം പുറകിലാറ്റമാണ് കാണുന്നു. DK ജേക്കബ് അതുപോലെ തന്നെ പാർട്ടിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റുമാണ്. എല്ലാവരും ഈ വേദിയിലുണ്ട്. പ്രിയപ്പെട്ട കുര്യൻ മടക്കൽ വേദിയിലുണ്ട്. ശ്രീ ക്യാപ്റ്റൻ ശ്രീ വർഗീസ്, ശ്രീ സാം അദ്ദേഹം സദസ്സിലുണ്ട്. പ്രിയപ്പെട്ട ശ്രീ സജു വിഹായ് ഏറ്റവും പുറകിൽ അദ്ദേഹം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ഷെറിച്ചായൻ, ശ്രീ റഷീദ്, ശ്രീ ജേക്കബ്, ശ്രീ മാത്യു വരോട്ടുമുട്ടിൽ, ശ്രീ സാം, ശ്രീ ജെറിയൽ, ശ്രീ ജേക്കബ് പുള്ളിക്കൽ, അതുപോലെ തന്നെ മാത്യു അതിന്റെ വലിയ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വിവിധ സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റുമാർ, അതുപോലെ ജില്ലാ ട്രഷറർ ശ്രീ രാജീവ് വഞ്ചിപ്പാലം, ശ്രീ KP രാജപ്പൻ, അതുപോലെ തന്നെ ശ്രീ ജയകുമാർ, അഡ്വക്കേറ്റ് ബോബി കാക്കരാപ്പള്ളി, പ്രിയപ്പെട്ട ശ്രീ കർഷക യൂണിയൻ പ്രിയപ്പെട്ട AG, പുതുതായി നമ്മുടെ വനിതാ ചുമതലയിലേക്ക് വരുന്ന ഏറ്റവും ബഹുമാനിയായ ധന്യ പറഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ട കൂടി വനിതാ കമ്മീഷനൊക്കെ ഈ ജില്ലയിലെ ഏറ്റവും മഹാപാരമ്പര്യമാണ് മാമന്നത്തായി. ആ മഹാപാരമ്പര്യത്തിന്റെ തുടർക്കണി എന്നല്ല സ്വന്തം നിലയിൽ വ്യക്തിത്വം സ്ഥാപിച്ചിട്ടുള്ള പ്രിയപ്പെട്ട മാമന്നത്തായി വേദിയിലുണ്ട്. എന്റെ പ്രിയ സഹോദരൻ ഉൾപ്പെടെയുള്ള വേദിയിൽ സദസ്സിലുള്ള പ്രിയമുള്ളത് മാണിസാറിനെ ഓർക്കാൻ നമുക്ക് ആ ഒരു ദിനം ആവശ്യമില്ല. മാണിസാർ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ പ്രജ്ഞയിൽ കടലിന്റെ ഉപ്പ് പോലെയാണ് പടരുന്നത്. ഒരാളിനെ ഓർക്കുക എന്നത് മറക്കുക എന്നതിന്റെ വിപരീതമല്ല. ഓർക്കുക എന്നത് ഒരു രാഷ്ട്രീയ ധർമ്മം കൂടിയാണ്. കേരള കോൺഗ്രസുകാർക്ക് മാണിസാർ എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ. KM മാണി എന്നത് കേരള കോൺഗ്രസ് പ്രവർത്തകന് ഹൃദയ വികാരമാണ് എന്ന് ഞാനും നിങ്ങളും ഒറ്റ മനസ്സായി നമ്മുടെ നെഞ്ചിന്റെ മിടിപ്പാണ് മാണിസാർ. നമ്മുടെ ജീവൻ നിർത്തുന്ന ശ്വാസമാണ് മാണിസാർ. കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ രാഷ്ട്രീയം KM മാണി, കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രത്യയശാസ്ത്രം KM മാണി, കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വപ്നവും KM മാണി. KM മാണിസാർ വെളിച്ചത്തിന്റെ മഹാക്ഷേത്രം പോലെ. ബഹുമാനായ മന്ത്രി പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ മഹാമേരുവിനെ പോലെ KM മാണിസാർ ഒരു മറവിക്കും വായിക്കാനാകാത്ത മായിക സാന്നിധ്യമായി
നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. സാധാരണ ആളുകൾ വേർപിരിഞ്ഞാൽ അവരേകാന്തരാകും, ഓർമ്മകൾ മങ്ങിത്തുടങ്ങും. പക്ഷെ കെ എം മാണി സാറിന്റെ ഓർമ്മകൾ നമ്മുടെ ചേതനയിൽ എത്രമാത്രം ആഴത്തിലാണ് ഇത് തെളിയിക്കുന്നതാണ്. ആ ഓർമ്മകളുടെ കാന്തി ഓരോ ദിനവും വർദ്ധിക്കുകയാണ്. 2 ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനായ ജോസ് കെ മാണിയുടെ കേരള യാത്ര, ഞാൻ MLA ഒക്കെ ആകുന്നതിന് മുമ്പ് നിഴലിൽ നിന്ന് ഇങ്ങനെ മുകളിൽ കാണാത്ത വേര് പോലെ ശരിയായി മുളയ്ക്കാതെ കേരള കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ ആഴത്തിലോടുന്ന വേരായി പ്രവർത്തിക്കുന്ന ഒരു കാലം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മാണിസാറ് ആ കേരള യാത്ര ജോസ് കെ മാണി നയിക്കുമെന്ന് പറഞ്ഞു. പ്രമോദ് ആദ്യം പ്രസംഗിക്കണം. ജോമോന് മുമ്പ് മാണിസാറാണ് ആ ചുമതല ഏൽപ്പിക്കുന്നത്. 140 സ്ഥലങ്ങളിലും 140 സ്ഥലത്തും പ്രസംഗിച്ചു. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് ആരംഭിച്ച യാത്ര വെള്ളരിക്കുണ്ടിലൂടെ വരികയാണ്. വെള്ളരിക്കുണ്ട് കാസർഗോഡിലെ ഒരു മലയോര ഗ്രാമമാണ്. അനൗൺസ്മെന്റ് ഉണ്ട്. ആ അനൗൺസ്മെന്റിൽ ഇങ്ങനെ കേരള യാത്ര കടന്നു വരുന്നു എന്നിങ്ങനെ വരുന്ന സമയത്താണ് മലയുടെ മുകളിൽ നിന്ന ഒരു ശബ്ദം കേൾക്കാം, പോലെ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ശ്രീ ജോസ് കെ മാണി വണ്ടി നിർത്തി. സ്വാഭാവികമായും നിവേദനമായിരിക്കും, പരാതിയായിരിക്കും, ഒരുപാട് പരാതിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ചട്ടയൊക്കെ ഇട്ട ഒരമ്മയും കുഞ്ഞുങ്ങളും, ആ അമ്മ ചെറുമകളാണെന്ന് തോന്നുന്നു, ഒരു ചെറിയ കുഞ്ഞിനെ കയ്യിൽ ചേർത്ത് പിടിച്ചു. മലയിങ്ങനെ ഇറങ്ങി കുറേ നേരം കാത്തുന്ന ഓടി കുതിച്ചു വരികയും വന്ന പാടെ മാണിസാറിന്റെ മോനല്ലേ കുഞ്ഞേ എന്ന് പറഞ്ഞു. കുഞ്ഞേന്നാണ് രഹസ്യമായി വിളിക്കുന്നത്. ഞാൻ തോന്നുന്നില്ല അമ്മ കണ്ടാലൊന്ന് കുഞ്ഞേന്ന് വിളിക്കാൻ നമുക്ക് തോന്നുകയും ചെയ്യും. അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കവിളിൽ ഒരു സ്നേഹ ചുംബനം നൽകി. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ആ ചെറുമകളോട് സ്വന്തമായി കൊഴുത്തൊരു മാലയാണെന്ന് നമുക്കറിയാം. ആ മാല മാണിസാറിന്റെ മോന്റെ കരുത്തിലെടുത്ത് മാണിസാറിന്റെ മോനാണ്. അപ്പൊ എന്തോ ഒരു കഥ ആ അമ്മയുടെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. വെള്ളരിക്കുണ്ടല്ലേ, ഇത്ര ദൂരെയാണ്, കേരളത്തിന്റെ അങ്ങേയറ്റം. പാലായുമായി ബന്ധമില്ല, മധുരവിതാന്തവുമായി ബന്ധമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മേ എന്താണ് ഇത്രയും ഒരു, അത് മാണിസാറിന്റെ മോനെന്ന് പറഞ്ഞാൽ മാണിസാർ തന്നെയാണ് ഞങ്ങൾ. അപ്പൊ മാണിസാർ ആരോ ആണ് അമ്മയ്ക്ക്. ഞാൻ ചോദിച്ചു, മാണിസാറുമായിട്ട് എങ്ങനെയാണ്? അപ്പോഴാണ് പറയുന്നത്, ഒരുപാട് കാലം മുമ്പ് കേരളത്തിൽ വൈദ്യുതി എത്തിത്തുടർന്ന കാലം, മലയുടെ മുകളിലാണ് വീട്. ആനയിറങ്ങുന്ന കടുവയിറങ്ങുന്ന ഒരു സ്ഥലമാണ് വെള്ളരിക്കുണ്ടി. ഇപ്പോഴും വന്യമൃഗാക്രമണമുള്ള സ്ഥലമാണ്. അവിടേക്ക് പോസ്റ്റിട്ട് വൈദ്യുതി എത്തിക്കാൻ ഒരു മാർഗവുമില്ല. ലക്ഷക്കണക്കിന് രൂപ ആ കാലത്ത് വേണം. കാസർഗോഡ് കളക്ടറേറ്റിൽ മാണിസാർ എത്തുന്നു. ഈ അമ്മ അവിടെ ചെന്ന് ഒരു അപേക്ഷ കൊടുത്തു. KSEBയിൽ കയറിയിറങ്ങി കാലങ്ങളായി നടക്കാതിരുന്ന പദ്ധതി ഭാഗമായി ചെന്ന് മാണിസാർ ആ പദ്ധതി പേപ്പറൊക്കെ വാങ്ങിച്ച് മാണിസാറിന്റെ സഹജമായ ശൈലിയിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞ് വിടുമ്പോ പതിവ് പോലെ നടക്കില്ല എന്ന് കരുതിയാണ് നമ്മൾ തിരിച്ചു പോകും. പക്ഷേ ഏറെ ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞതാണ്, ആകാശവാണിയിലാണ് വാർത്ത കേൾക്കുന്നത്. ആകാശവാണിയിലെ വാർത്തയിൽ ഒരു പദ്ധതി മാണിസാർ പ്രഖ്യാപിക്കുകയാണ്. ആ പദ്ധതിയാണ് കേരളത്തിലെ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, വെളിച്ചമെത്താത്ത സ്ഥലങ്ങളിലെല്ലാം വെളിച്ചമെത്തിക്കാൻ കേരളത്തിന്റെ ബജറ്റിലാദ്യമായി സാമൂഹ്യ വെളിച്ച പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് അതുവരെ കണ്ടെത്താത്ത വെള്ളരിക്കുണ്ടിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ, ഇരിക്കാൻ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, വന്യമൃഗങ്ങളെ പേടിക്കാതെ ജീവിക്കാൻ ജീവിതത്തിൽ വെളിച്ചമെത്തിയ KM മാണിയെ ഞങ്ങൾക്ക് അങ്ങനെ വളർത്താൻ കഴിയും എന്ന ഒരമ്മ പറയുമ്പോൾ അത് കേരളത്തിന്റെ ആകെ വികാരമായി മാറുന്നത് ഞങ്ങൾ അഭിമാനത്തോടെ കണ്ടു. മാണിസാറ് വിടവാറിന് ശേഷം പാലായിലെ വീട്ടിൽ ഒരു ദിവസം ഞാനും പ്രിയപ്പെട്ട ജോസ് കെ മാണി ഞങ്ങളിങ്ങനെ ആളുകൾ വന്നു പോവുകയാണ്. നടൻ മമ്മൂട്ടി ആ വീട്ടിൽ വരുന്നു പറഞ്ഞു. അങ്ങനെ മമ്മൂട്ടി വരുന്ന ദിവസമാണ്. അന്ന് മമ്മൂട്ടി വന്നിരുന്നു. വീണ്ടും മമ്മൂട്ടി ദിവസം കൂടി വരുന്നു പറയാൻ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പൊ കണ്ടാൽ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നിക്കും. അയാളൊരു ഭാര്യയും കൂടിയുണ്ട്. മുഖത്തൊരു കലാകാരനാണ്. മുഖം നോക്കിയാൽ വന്നു കഴിഞ്ഞിട്ട് കുറേ നേരം മാണിസാറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു. അപ്പൊ അതുപോലെ ഒരു കഥയാണല്ലോ.
മാൻസാറിനെ കുറിച്ച് എഴുതേണ്ടി വന്നാൽ ഇതെല്ലാം വേണ്ടിവരുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തുപോയി. എന്താണ് ചോദിച്ചപ്പോൾ പേര് റിയാസ് എന്നാണ്. തിരുവനന്തപുരത്തിന്റെ തെക്കേറ്റം കാഞ്ഞിരംകുളത്താണ് വീട്. സാധാരണ അമ്പലങ്ങളിലൊക്കെ പോയി വിരുത്തിരി അവതരിപ്പ് ജീവിക്കുന്ന കലാകാരൻ. അപ്പൊ റിയാസ് ഖാന്റെ ഭാര്യയുണ്ട് ഫാത്തിമ കൂടിയിൽ. അപ്പൊ റിയാസ് ഖാൻ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് പറയുന്നത്, ഒരു ദിവസം ഒരു അമ്പലത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴാണ് വിരുത്തിരിയാണല്ലോ, അനുകരണമാണ്, തൊണ്ടയ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ട് വളരെ പെട്ടെന്ന് അവിടുത്തെ ശ്രീയാറ്റിങ്കൽ ആശുപത്രി കാണിച്ചു. പിന്നെ ആശുപത്രി വന്നു, RCC വന്നു, ക്യാൻസർ ഐഡന്റിഫൈ. വളരെ പെട്ടെന്ന് സർജറി വേണം. ഒരു കലാകാരന്റെ സ്വരപീഡനങ്ങളാണ്, ശബ്ദമില്ലാതായിരുന്നെയും ഒരു മാർഗവുമില്ല, ലക്ഷക്കണക്കിന് രൂപ വേണം. അങ്ങനെയാണ് മാണിസാറിനെ, ഒരു പരിചയമില്ല, ആരോ പറഞ്ഞു KM മാണിസാറിനെ പോയി കാണും. കാരുണ്യ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം. അയാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ പോയി കണ്ടു, എനിക്ക് സംസാരിക്കാനാവുമായിരുന്നില്ല, ഞാൻ എഴുതിയാണ്, ഒരു പേപ്പറിൽ എഴുതിയാണ്. എഴുതിയത് മഷി കൊണ്ടല്ല, എന്റെ കണ്ണുനീര് കൊണ്ടായിരുന്നു എഴുതിയാണ് കൊടുത്തത്. പറയുമ്പോൾ അയാൾ നിന്നുണ്ടായിരുന്നു. പൂർത്തിയാക്കാൻ കഴിയാത്ത ഭാര്യയാണ് പറഞ്ഞത്. മൂന്നാമത്തെ ദിവസം മാൻസാർ അന്നത്തെ അഡീഷണൽ സെക്രട്ടറി സിബി വിളിക്കുന്നു. സർജറിക്ക് ആവശ്യമായ മുഴുവൻ തുകയും സ്പെഷ്യൽ ക്യാബിനറ്റിലൂടെ കാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സർജറി കാരുണ്യ പദ്ധതി പ്രകാരം നടത്തിക്കൊടുത്തു. അയാൾ പറഞ്ഞു, എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ എന്റെ ശബ്ദം ധരിച്ചു തന്ന KM മാണി ഞാൻ കണ്ട ദൈവമാണ് എന്ന് മാണിസാറിന്റെ ചിത്രത്തിന് മുമ്പിൽ നിന്ന് റിയാസ് ഖാൻ ഭാര്യയിൽ പറഞ്ഞ് കരയുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ. ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കും. അത് എന്നെ കേരള കോൺഗ്രസ് MLA-മാർക്ക് ഒരു കോഫി ബസ് ഉണ്ട്. ഇപ്പൊ മന്ത്രിയൊക്കെ ഞങ്ങളെ കളിയാക്കാറുണ്ട്, എപ്പോഴും കേരള കോൺഗ്രസ് MLA-മാർ ഇങ്ങനെ ഒരുമിച്ചാണോ. അങ്ങനെ കോഫി ഹൗസ് കഥകൾ, നമ്മുടെ കോഫി ഹൗസിൽ 5 MLA-മാർ ഒരുമിച്ചാണ് എപ്പോഴും ഇരിക്കുന്നത്. അത് ജയരാജ് സാർ പറഞ്ഞൊരു കഥയാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട മിസ്റ്റർ പറഞ്ഞ നിയമസഭയിൽ ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറും KM സാറും തമ്മിൽ ഒരു സംഭാഷണ, ഒരു സംവാദം, വലിയ സംവാദമാണ്, തത്വമാണ്. അപ്പൊ മാണി സാർ വാക്ക് പറഞ്ഞു, പോസ്റ്റ് നിയോ ക്ലാസിസം ഇൻ എക്കണോമിക്സ്. അപ്പോൾ ഉടനെ ഐസക് സാറിന് സംശയം, അങ്ങനെ ഒരു പ്രയോഗമുണ്ടോ മനസ്സാറെ? മൈക്രോ എക്കണോമിക്സ്, എക്കണോമിക്സ് ആരാണോ എക്കണോമിക്സ് ആണോ പക്ഷെ മൈക്രോ, ഞാൻ ലിറ്ററേച്ചറാണ്, പക്ഷെ മൈക്രോ എക്കണോമിക്സിൽ നമ്മളൊരു നിയോ ക്ലാസ് പറയുന്നു. പക്ഷെ പോസ്റ്റ് ആൻസർ പറഞ്ഞ സംശയം ഐസക് സാറിന്. ഐസക് സാർ എത്രയോ ദക്ഷനാണ്. അപ്പോഴാണ് അവിടെ ഇതുകൊണ്ട് മാൻസാർ ചെയ്തൊരു കാര്യം, ജയരാജെ വിളിക്കുന്നു. ജയരാജ് സാർ ചെല്ലുന്നു. നിയമസഭാ ലൈബ്രറിയിൽ ഇത്രാമത്തെ തട്ടിൽ ഇന്നടത്തിരിക്കുന്ന ഇന്ന ആളെഴുതിയ പുസ്തകത്തിന്റെ ഇത്രാമത്തെ പേജിൽ ഈ വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ പുസ്തകം എടുത്തുകൊണ്ടില്ല. ജയരാജ് സാർ പോയി പറഞ്ഞു തീരുന്ന കാര്യം ആ പുസ്തകം ജയരാജ് സാർ എടുത്തു. ജയരാജ് സാർ എക്കണോമിക്സ് ആ പോയി ആ പുസ്തകം എടുത്ത നിയമസാരങ്ങളിലേക്ക് ഓടുന്നു, തിരിച്ചു വരുന്നു. ആ പുസ്തകം എടുത്തുകൊണ്ട് മാനസാർ പറഞ്ഞ കൃത്യം പേരിൽ കൃത്യം സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നു. മൈക്രോ എക്കണോമിക്സിലെ ഒരു കൺസ്യൂമേഴ്സ് അവരുടെ റാഷണലായിട്ട് ചോയ്സസ് തീരുമാനിക്കുന്ന പ്രയോഗമാണ്. അത് എക്കണോമിക്സിലെ അത്തരം ഒരു വളരെ സൂക്ഷ്മമായ കാര്യം പോലും CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ മാനസാർ ക്ഷണിക്കുന്നു. അപ്പോൾ പാലാ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. CPM-ലേക്ക് പരിപാടിയിൽ CPM അല്ലേ എന്നെ കൂടെ കൂട്ടി. മാനസാർ എന്ത് പറയും? CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ സെമിനാർ വരികയാണ്. അപ്പോ മാനസാറിന്റെ പ്രസംഗം നമ്മൾ അത്ഭുതമല്ലേ? മാനസാർ അന്ന് CPM LDF പ്രതിപക്ഷമാണ്. മാനസാറിന്റെ ഒറ്റ പ്രയോഗമാണ്, ഓപ്പോസിഷൻ ഇസ് ദ ഫിഫ്ത്ത് എസ്റ്റേറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ മീഡിയയെ കുറിച്ചൊക്കെ പറയും, ഫോർത്ത് എസ്റ്റേറ്റ്. ഇതുവരെ ആരും പറയാത്ത കാര്യമാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ 5ാമത്തെ തൂണാണ്. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരേ സമയം ഭരണാധികാരി, ഭരണഘടനാവിദഗ്ധൻ, ദീർഘദർശിയായിട്ടുള്ള നേതാവ്, സ്നേഹസമ്പന്നൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മാനസാറിനെ കുറിച്ച് ഓർമ്മയുണ്ടാവും. ഒന്ന് തലോടിയ, ഒന്ന് ചിരിച്ച, ഹൃദയം തൊട്ട KM മാണിസാർ. മാണിസാർ നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കടലിന്റെ ഉപ്പ് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ആ സ്വർണ്ണ മുമ്പിൽ തലകുലിച്ചു നിൽക്കുന്നു
പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിൽ വന്നതിന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയോടുള്ള കടപ്പാട് അറിയിച്ചു. ഇതിലെ കേരള സ്പോട്ടർ ഒറ്റ ദിവസത്തെ നോട്ടീസിൽ നമുക്കറിയാം മോശാന ദിവസമാണ്. ഇത്രയും ദിവസവും ഈ പ്രയാസങ്ങൾക്കിടയിൽ നിന്നും നിങ്ങൾ എല്ലാവരും എത്തിയത് മാനസാകുന്ന സ്നേഹം കൊണ്ടാണ്. മുഴുവൻ കേരള കോൺഗ്രസ് പ്രവർത്തകരെയും MLA തലത്തിൽ ഹൃദയം തൊട്ട ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ സാന്നിധ്യത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ നമുക്ക് പെട്ടെന്ന് തീർക്കാം. യോഗ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സജി അലക്സ്, നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ ജില്ലയിലെ പ്രിയങ്കരനായ നമ്മുടെ MLA റാന്തുളി MLA പ്രമോദ് നാരായണൻ, ഞാൻ എല്ലാവരും പേര് ഇനി എടുത്തു പറയുന്നില്ല, കാരണം ഇതിന് മുമ്പ് പ്രസംഗിച്ചവരെല്ലാവരും എല്ലാവരുടെയും പേര് വിളിച്ചു. സംസ്ഥാന നേതാക്കന്മാര്, ജില്ലാ നേതാക്കന്മാര്, ജില്ലാ പ്രസിഡന്റുമാര്, നിയോജക പ്രസിഡന്റുമാര്, സ്നേഹമുള്ള സഹോദരങ്ങൾ, മാണി സാറിന്റെ 6ാം ചരമവാർഷികമാണ് നമ്മൾ ആചരിക്കുന്നത്. മാണി സാറിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ എത്ര മണിക്കൂർ വേണേലും പറയുവാൻ പറ്റുന്ന കാര്യങ്ങളാണ് മാണി സാറിനെ കുറിച്ചുള്ളത്. കഴിഞ്ഞ ദിവസം 8-ാം തീയതി ആറന്മുള മണ്ഡലം ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് അന്ന് അവിടെ എന്നെയും ജില്ലാ പ്രസിഡന്റിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒക്കെ വിളിച്ചിരുന്നു. അന്ന് ഞാൻ അവിടെ പറഞ്ഞത് വിശ്വാസവും വിശ്വസ്തതയും ഉള്ള ഒരു നേതാവ്, ആരോടും കരുണ കാണിക്കുന്ന ഒരു നേതാവ്, ആരുടെയും വേദനകളിൽ വേദനിക്കുന്ന ദുഃഖിക്കുന്ന ഒരു നേതാവ് നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അത് മാണി സാർ മാത്രമായിരുന്നു. നമ്മുടെ ഈ കഷ്ടാനാഴ്ചയാണ് ഈ നടക്കുന്ന ഈ ആഴ്ച നമുക്കറിയാം. നമ്മുടെ പലരും വിളിച്ചു പറയും ഈ പാർട്ടിയിൽ നിന്ന് പോയാൽ ഒന്നുമില്ല എന്ന് പറയും. എന്നാൽ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം 99-നെ മാറ്റി നിർത്തി പോയ ഒന്നിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു നേതാവായിരുന്നു മാണി സാർ. അങ്ങനെ പാർട്ടിയെ വളർത്തിയേറ്റ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും നടന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരെയും തൊട്ടുണർത്തി തൊട്ട് നടന്ന ഒരാളായിരുന്നു മാണി സാർ. മാണി സാറിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ പാർട്ടിയിൽ നിന്നും ഗ്രൂപ്പുണ്ടായ കാലഘട്ടം 76 മുതൽ ഇങ്ങോട്ട് ഞാൻ ഓർക്കുകയാണ്. ആ ഗ്രൂപ്പിൽ നിന്നും ഒക്കെ മാറിപ്പോയി എത്രയോ നേതാക്കന്മാരെ തിരിച്ചു വരുവാൻ പലരും പറഞ്ഞു മാണി സാറെ എടുക്കരുത് എന്ന് പറഞ്ഞാലും മാണി സാർ എടുത്ത് അവരെ നേതൃത്വ നിലയിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ ഓർക്കുകയാണ്. TMD ഒക്കെ പാർട്ടി വിട്ടുപോയി, പാർട്ടി തിരിച്ചു വന്നു. അതുപോലെ PC ജോർജ്, ഞാൻ ഓർക്കുന്നുണ്ട്, PC ജോർജിനെ എല്ലാവരും എടുക്കരുത് പറഞ്ഞ PC ജോർജ് ദിനക്കര മൈതാനത്ത് വെച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുമ്പോൾ PC ജോർജ് പ്രസംഗിച്ച പ്രസംഗം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. മാണി സാറിന്റെ അധ്വാന സിദ്ധാന്തം എന്ന ബുക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ബൈബിളിന് തുല്യമാണെന്ന് പറഞ്ഞ അദ്ദേഹമൊക്കെ മാണി സാർ വീണ്ടും അവസരം കൊടുത്ത് മാണി സാറിനെ തള്ളിപ്പറഞ്ഞ് ഓരോരൊക്കെ ഇവിടെ നിൽക്കുന്ന പലരും കൊണ്ട് മാണി സാറിനെ
അങ്ങനെ വഞ്ചിച്ചു പോയവരൊക്കെ ഇന്ന് തകർന്ന് തരിപ്പണമായി തെക്കും വടക്കും നടക്കുന്നത് നമുക്ക് കാണാം. ഗുരുത്വമില്ലാത്ത പോയ ധാരാളം പേരുണ്ട് ഈ പാർട്ടിയിൽ നിന്ന്. തിരിച്ച് വീണ്ടും കൊണ്ടുവന്ന് വീണ്ടും തിരിച്ചു പോയവര് ഇന്ന് നമ്മൾ ഇന്നലെ ഞാൻ പേപ്പർ വായിച്ചപ്പോൾ സ്റ്റീവൻ ജോർജ് 84 കേസിലെ പ്രസിഡന്റായിരുന്ന എന്റെ ഓർമ്മ. 84 സ്റ്റീവൻ ജോർജ്, മാത്യു സ്റ്റീവൻ പിന്നെ പഠിക്കുക പഠിക്കാൻ അനുമോദിക്കുക എന്ന മുദ്രാവാക്യമായിട്ട് വന്ന ആളാ മാത്യു സ്റ്റീവൻ. ഇന്നലെ അദ്ദേഹത്തെ കണ്ട് ഏതാണ്ട് മാണി സാർ വീട് തിരിച്ചുകൊണ്ട് പിന്നെയും മാണി സാറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയ ഉടുമ്പൻ മേഖലയിലുള്ള മാത്യു സ്റ്റീവൻ. അങ്ങനെ ആരൊക്കെ ഈ പാർട്ടിയെ മാണി സാറിനെ തള്ളിപ്പറഞ്ഞ അവസാനം മാണി സാർ തിരിച്ചു പോയതെല്ലാം ഗതികെട്ട് ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാം. അത്ര നല്ല രീതിയിൽ സ്നേഹിക്കുകയും മനുഷ്യനോട് ചേർന്ന് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ അവന്റെ കുടുംബ കാര്യങ്ങൾ പോലും അന്വേഷിച്ച് നടന്ന ഒരു ആളായിരുന്നു മാണി സാർ. തീർച്ചയായിട്ടും മാണി സാറിനെ നമുക്ക് ഒരു കാലത്ത് മറക്കുവാൻ, നമ്മൾ ജീവിച്ചിരിക്കുന്നോളം കാലം നമ്മുടെ മനസ്സിൽ മാണി സാർ ജീവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഈ അനുസ്മരണ യോഗത്തിൽ വന്ന എല്ലാവരെയും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. നമുക്ക് 2 അനുസ്മരണങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സജി അലക്സ്, പേര് പറഞ്ഞ സമയം കളയുന്നില്ല. സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, മാണി സാറിന്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് കേരള ചരിത്രം തിരുത്തി എഴുതി എന്ന് വേണേൽ നമുക്ക് അനുമാനിക്കാം. 51 വർഷം 9 മാസം 3 ദിവസം MLA ആയിട്ട് ഒരേ നിയോജകമണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ചരിത്രമാണ്. മാണി സാറിനെ ആയിട്ട് ഒരാൾ പരിചയപ്പെട്ടാൽ ജീവിതത്തിൽ അദ്ദേഹവുമായിട്ട് പിന്നെ മറക്കുകയില്ല. അതുപോലെയുള്ള അടുപ്പമാണ്. ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ നേരിട്ട് നിന്ന് സംസാരിക്കുകയല്ല. ഒന്നുകിൽ മാണി സാറിന്റെ കൈ നമ്മുടെ തോളത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബട്ടൺസ് പിടിച്ചിട്ടുകൊണ്ടിരിക്കും. പുറത്ത് 2 തട്ട് തട്ടാതെ മാണി സാർ പോകത്തില്ല. അതാണ് മാസ്റ്റരി എന്ന് പറയുന്നത്. അദ്ദേഹവുമായിട്ട് ഇടപെട്ട പല ബിഷപ്പുമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മാണി സാർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമായിരുന്നു. ഇനിയും അങ്ങനെ ഒരാള് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് പോലും നമുക്ക് സംശയമാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന കഴിഞ്ഞ ദിവസം മാണി സാറിന്റെ അനുസ്മരണം, ആ മലയാള മനോരമയിലെ അദ്ദേഹം അവിടുത്തെ പ്രമുഖരായ അല്ലെങ്കിൽ ഒരു എഡിറ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആളിനെ കൊണ്ടുവരും? രാവിലെ 9 മണി തൊട്ട് 1 മണി കഴിഞ്ഞിട്ട് ഒഴുക്ക് തീരുന്നില്ല. ഒരു ഡെഡ് ബോഡിയുടെ അരികിൽ പോകുന്നത് പോലെ വരിവരിയായിട്ട് ആ MC റോഡിൽ ചെല്ലുമ്പോൾ കാണാം ഇങ്ങനെ ക്യൂ നിൽക്കുക. പാർട്ടിക്കാരൻ കൂടുതലാണെന്ന് ഞാൻ പറയുന്നില്ല. മാണി സാറുമായിട്ട് ഒരിക്കൽ ഇടപെട്ട ആൾക്കാര് അവിടെ വന്നു. 1 മണി കഴിഞ്ഞിട്ടും പിന്നെ അവസാനിപ്പിക്കുകയായിരുന്നു. അതുപോലെയുള്ള ഒരു കഥ എല്ലാ വർഷവും നടക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഉമ്മൻചാണ്ടിയുടെ കൊണ്ട് നമ്മൾ കണ്ടതാണ്. അത് നമുക്ക് മനസ്സിൽ വെക്കുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഈ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നേതാവാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടത്. എന്നാലും അദ്ദേഹത്തിന്റെ പുത്രനായി ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ പറയുണ്ടായി, നമ്മുടെ MLA വിസ്തരിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ ന്യൂ ജനറേഷൻ രീതിയിലാണ് പാർട്ടിയെ കൊണ്ടുപോകുന്നത്. ഒരു സെമി കേഡർ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പില് നമ്മളുടെ ഓരോരുത്തരുടെയും പേരുകളുണ്ട്. അതിനുള്ള സംവിധാനത്തിലാണ് പാർട്ടിയിൽ എത്ര മെമ്പർമാരുണ്ട്,
ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ പ്രവർത്തന റിപ്പോർട്ട്. ഈ ഒരു ജില്ലയിൽ ഒരാളുണ്ടെങ്കിൽ ആ ആളിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വേറൊരാളോട് രഹസ്യമായി ചോദിക്കും, എന്നിട്ട് പറയരുത്. അതുപോലെ പാർട്ടിയെ പുറകിൽ നിന്ന് ശക്തമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാണി സാറിന്റെ ഓർമ്മ ദിവസം നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വര സന്നിധിയിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് പുണ്യം കിട്ടും. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി മാണി സാറിനെ അനുസ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിലെ പാർട്ടിയുടെ മന്ത്രികളായ ശ്രീപ്പെട്ട ജെറി അലക്സ്, മാറ്റി മുന്നോട്ടും ഒക്കെ സന്നിഹിതരായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ വിട്ടുപോയി. അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് സജീവമായി പിന്തുണ നൽകുന്ന ജില്ലാ ഭാരവാഹികളാണ്. ബാക്കിയുള്ള ഭാരവാഹികൾ, ബാക്കിയുള്ള നിരവധിയായ നേതാക്കന്മാർ എല്ലാവരും, KP രാജേന്ദ്രൻ എല്ലാവരും വളരെ പിന്തുണയാണ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ കരുതുന്നത്. പ്രസംഗത്തിലൊക്കെ ചിലപ്പോൾ പേരുകൾ വിട്ടുപോയാലും അവർ വിവരിക്കരുതെന്ന് പറയുന്നു. നിരവധിയായ നേതാക്കൾ എല്ലാവരോടും ഉള്ള സ്നേഹവും അഭിമാനവും വ്യക്തിപരമായി നമുക്കൊക്കെ അറിയാവുന്നവരാണ്. ഉപയോഗിച്ച് നേരിട്ട് പറയാൻ എല്ലാവരുടെയും കഴിയുന്നില്ല. സഹകരിക്കുന്നു, കണ്ടിരിക്കുന്നു. ഏത് സമയത്ത് മാറുന്നതായി സംസാരിക്കും. അതിനുശേഷം സദസ്സിൽ നിന്ന് ആർക്കെങ്കിലും മാണി സാറിനെ പറ്റി അനുസ്മരണം നടത്തുന്നതെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നറിയുന്നു. അതിനുശേഷം പ്രാർത്ഥനാ പ്രകടനത്തോടുകൂടി നമുക്ക് അനുസ്മരണ സമ്മേളനം അവസാനിക്കും. യോഗത്തിന്റെ അനുസ്മരണ യോഗത്തിന്റെ ഈ സംഖ്യയിലേക്ക് ഉന്നതാധികാര സമിതി അംഗങ്ങൾ ശ്രീ ചെറിയ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, സമയം വളരെ ചുരുക്കമായതുകൊണ്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ കേരള കോൺഗ്രസ് സ്നേഹിതരെയും അംഗങ്ങളെ ജനപ്രതിനിധികളുണ്ട്. അവരെ ഞാൻ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ജനപ്രതിനിധികൾ, പാർട്ടിയുടെ എല്ലാ പോഷക സംഘടനകളുടെയും അംഗങ്ങളെ എല്ലാവരെയും ഞാൻ സംബന്ധിച്ച് പഴയ നേതാക്കൾ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ KM മാണി, നമ്മൾ ഈ ഇവിടെ കേട്ട പ്രസംഗങ്ങൾ കൂടുതൽ എനിക്ക് പറയാനില്ല. പക്ഷെ അനുഭവങ്ങൾ അതിനെ ഒട്ടനവധി ദേവിച്ചാനെയൊക്കെ വീട്ടിൽ പോയി സന്ദർശിക്കുന്ന ആ ബന്ധം ആണ് സാധിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മാണി സാറിനെ നേരിട്ട് പരിചയപ്പെടാത്തതില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞ് മാണി സാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സാധിച്ചു പോയിട്ടുള്ള ചരിത്രമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. സാർ പോയി കഴിഞ്ഞുള്ള തലമുറകൾ എങ്കിലും ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനൊരു നേതാവ് നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വളരെ അഭിമാനിക്കാവുന്നതായിരുന്നു. എനിക്ക് അവസരത്തിൽ എനിക്ക് പറയാൻ മറക്കാൻ പറ്റത്തില്ല. ശ്രീ മാമൻ മത്തായി മാണി സാറിൻ്റെ വലം കൈയായിട്ട് പ്രവർത്തിച്ചു. അസംബ്ലിയിലൊക്കെ സാറിന് വളരെ സപ്പോർട്ടായിട്ട് പ്രവർത്തിച്ച അവസാന ശ്വാസം വരെ മാമൻ മത്തായി മാണി സാറിന് വേണ്ടി പോരാടി PC ജോർജിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഭീഷണിപ്പെടുത്തി അക്ഷരം വേണ്ടി പോയത് മാണി സാറിനെതിരെ എന്നുള്ള ആ ഒരു ഭീഷണിയുടെ സ്വരം വരെയും അസംബ്ലിയിൽ മുഴങ്ങിയിരുന്നു. PC ജോർജ് മിണ്ടിയിട്ടില്ല. അങ്ങനെ ശക്തമായ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ശക്തമായ നേതാക്കന്മാരുടെ ഒരു പാർട്ടി. എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു അനുഭവം ഇല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും കടമയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ വരും, അതിനുശേഷം അസംബ്ലി ഇലക്ഷൻ വരും. ഇവയൊക്കെ ഇന്ന് മുതൽ സടകുടഞ്ഞ് എഴുന്നേറ്റ് പാർട്ടി ശക്തമായി പ്രവർത്തിക്കണം. വിജയിക്കാൻ സാധ്യതയുള്ള
നല്ല സ്ഥാനാർത്ഥികളെ നോക്കി, പുരുഷനായാലും സ്ത്രീയായാലും കണ്ടുപിടിച്ചിരിക്കണം. ഇന്ന് ആ ജോലി തുടങ്ങണം. മാണിസാറിന്റെ പാർട്ടി തോക്കാൻ പാടും, തോറ്റ ചരിത്രമില്ല. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തലത്തിൽ, ത്രിതല പഞ്ചായത്ത് തലത്തില്, അസംബ്ലിയിലൊക്കെ നമ്മുടെ പഴയ കരുത്ത് ഉയർത്തിപ്പിടിച്ച് നമ്മൾ മുന്നോട്ട്